മത്തൻ എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചെറിയ കഷ്ണം മത്തൻ, ഒരു പിടി വൻപയർ. അപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ, 2 പേർക്കുള്ളതാണ് ഈ എടുത്തത്. അതാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. എടുത്തിട്ട് നമുക്ക് അതിൽ വൻപയർ ഇട്ട് കൊടുക്കാം. വൻപയർ ആദ്യം വേവിച്ചെടുക്കാം. ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങയൊക്കെ അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. പിന്നെ 3 ചെറിയ ഉള്ളി, ഒരു 5 വെളുത്തുള്ളി എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഇട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരയണ്ട, ഒരു മിതമായിട്ട് അരഞ്ഞാൽ മതി. വൻപയർ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മത്തനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇടണം. ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് നമുക്ക് വേവിക്കാം. നമ്മളെ മത്തനും വൻപയറും നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മളിനി ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിന് വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് നമ്മൾ ഇട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ തേങ്ങ വറുത്തെടുക്കണം. ശകലം തേങ്ങയും കൂടി വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് തട്ടി കൊടുക്കുക. നമ്മുടെ തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കുക. ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എരിശ്ശേരി റെഡിയായി. നമ്മൾ എരിശ്ശേരി കറി റെഡിയായി.